ഇനി ടാക്സ് ഗുരു. നികുതി സംബന്ധിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ കെ.സി. ജോസഫ് വർഗീസ്. ആദ്യമായി ശ്രീ ജോൺ തോമസ് ബോൾഗാട്ടിയിൽ നിന്ന് അയച്ചിരിക്കുന്ന സന്ദേശമാണ്. അദ്ദേഹത്തിന് പൂർവിക സ്വത്തായി ലഭിച്ച 11 സെന്റ് സ്ഥലവും വീടും കൂടി 3 കോടി രൂപയ്ക്ക് വിലക്കെടുക്കാൻ ഒരു റിസോർട്ട് കമ്പനി ബോൾഗാട്ടിയിൽ എത്തിയിരിക്കുന്നു. അവർ പക്ഷേ ആധാരത്തിൽ 50%, അതായത് 1.5 കോടി രൂപ മാത്രമേ കാണിക്കൂ എന്നാണ് നിർബന്ധം പിടിക്കുന്നത്. ന്യായമായിട്ടുള്ള നികുതി അടക്കാൻ ഞാൻ തയ്യാറാണ്, എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് പുറകിൽ ബ്ലാക്ക് മണിയുടെ ഒരു കിലുക്കത്തിൻ്റെ ഒരു സ്വരം നമുക്ക് കേൾക്കാം. ശരിയായ പേരല്ല കത്തിൽ കാണിച്ചിരിക്കുന്നതെന്നും വ്യക്തമാണ്. അത് സ്വാഭാവികം മാത്രം തന്നെ. ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഒന്നാണ് ഈയിടെ ഉണ്ടായ ക്രമാതീതമായ വിലവർധന. ആ പ്രദേശത്തുണ്ടായിരിക്കുന്ന വിലവർധന എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു സെന്റിന് 1000 രൂപ പോലും ഇല്ലായിരുന്ന ഒരു സ്ഥലത്ത് ഇന്ന് ഒരു സെന്റിന് 15 മുതൽ 25 ലക്ഷം രൂപ വരെ ആണ് നിരക്കുകൾ. തീർച്ചയായിട്ടും പല കുടുംബങ്ങളിലും ഇതുമൂലം പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ശ്രീ ജോൺ തോമസ് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ അല്പം കുഴപ്പം പതിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മെയിനായിട്ട് ഈ പറയുന്ന റിസോർട്ട് കമ്പനി ഇങ്ങനെ കള്ളപ്പണം പൂഴ്ത്തിവെക്കാനും സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ വില കുറച്ച് കാണിക്കണമെന്ന് പറയുന്ന വ്യക്തമാണ്. പക്ഷേ താങ്കൾക്ക് ക്യാപിറ്റൽ ഗെയിൻസിൽ ലാഭം ഉണ്ടാകും എന്നുള്ളൊരു പ്രലോഭനം കൂടെ അവർ വെച്ച് നീട്ടിയേക്കാം. പക്ഷേ എങ്ങനെയാണെങ്കിലും എൻ്റെ ഈ പങ്ക്തിയിലോട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി നൽകുന്ന അതുകൊണ്ട് അത് ഒരു ലോങ് ടേമായിട്ട് പെർസ്പെക്റ്റീവിൽ നമ്മൾ കണക്കിലെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും അക്കൗണ്ടിൽ കാണിച്ച് അതിന് നമ്മൾ വേണ്ട ടാക്സ് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കണം. ഇത്രയും രൂപ നമുക്ക് കിട്ടുന്നതുകൊണ്ട് അതിനുള്ള സർക്കാരിന് ലഭിക്കാനുള്ള പണം നമ്മൾ നൽകി അത് വ്യക്തമായ രേഖകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അടുത്ത ശ്രീ ലിജു ജോർജ് അയച്ചിരിക്കുന്ന സന്ദേശമാണ്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയുള്ള എൻ്റെ വരുമാനത്തിന് അവിടെ നികുതി നൽകേണ്ട, അതായത് നമ്മുടെ നാട്ടിൽ നികുതി നൽകേണ്ട എന്നറിയാം. പക്ഷേ അദ്ദേഹത്തിന് നാട്ടിലൊരു വാടക ഒരു വർഷത്തിൽ 1.5 ലക്ഷത്തോളം രൂപ വാടക ലഭിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. ആ വാടക വരുമാനത്തിന് ഇന്ത്യയിൽ നികുതി നൽകണോ, റിട്ടേൺ സമർപ്പിക്കണോ എന്നാണ് ചോദ്യം. 2008-2009 സാമ്പത്തിക വർഷത്തേക്ക് ബാധകമായിട്ടുള്ള നികുതി നിരക്കുകൾ പ്രകാരം ഒരു നോൺ റെസിഡൻ്റായ താങ്കൾക്ക് പോലും ബാധകമായിട്ടുള്ള അടിസ്ഥാന ഒഴിവ് 1.5 ലക്ഷം രൂപയായതിനാൽ ഈ പറഞ്ഞ നിരക്കിലുള്ള വാടക വെച്ചുകൊണ്ട് താങ്കൾക്ക് നികുതി വിധേയമായിട്ടുള്ള വരുമാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നികുതി അടക്കാനോ നികുതി റിട്ടേൺ സമർപ്പിക്കാനോ ഉള്ള ബാധ്യത ഇല്ല എന്ന് പറയാൻ സന്തോഷമുണ്ട്. ഏപ്രിൽ 2008 മുതൽ ഓഗസ്റ്റ് 2008 വരെയുള്ള പ്രത്യക്ഷ നികുതി പിരിവ് 84,409 കോടി രൂപയായി എന്ന് പറയുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 61,030 കോടി രൂപ ആയിരുന്നുവെന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് 38.31% വർധനമാണ് ഈ 2 കാലഘട്ടങ്ങളിലെ ഒരു താരതമ്യ പഠനത്തിലൂടെ പുറത്തു വരുന്നതെന്നാണ് പത്രക്കുറിപ്പിലെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇനി കമ്പോള അവലോകനം.